ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറയാണ്. ഈ അടുത്ത് പ്രധാനപ്പെട്ട ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടു. വളരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നെ, വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഇവിടെ അതാണ് പറഞ്ഞത്, കേരളത്തിലെ വലിയ ഒരു പണ്ഡിതനെ കെട്ടാണ്. കേട്ടോളൂ അദ്ദേഹം പറയണത്. ആദ്യം ഇത്രയും വലിയൊരു സമൂഹത്തെ ഇത്രയും വലിയ മാറ്റത്തിലേക്ക് മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യനെ മുഹമ്മദ് നബിക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല. ഒരാളെ മാത്രം അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങള് തുഹ്ഫയിൽ പറഞ്ഞു, പള്ളിയിൽ കൂട്ടായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്നികൾ അങ്ങനെയാണല്ലോ, ഇമാമ ദുആ ചെയ്യും, മൗമൂമികളൊക്കെ ആമീൻ പറയും. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സല്ലല്ലാ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലാ ബിനാ വദഅ ലനാ ബിഖൈരിൻ ഫിദ്ദുനിയ വൽ ആഖിറ. റസൂൽ കടന്നു വരും, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കും. അങ്ങനെ ഇമാമത്ത് നിന്നാൽ ആ മൗമൂമികൾക്ക് വേണ്ടി, അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൂട്ടായി പ്രാർത്ഥന നടത്തും. അതാണ് റസൂലിന്റെ ശൈലി. അത് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചപ്പോൾ ഒരാളുടെ ഒറ്റക്ക് ഇങ്ങനെ ദ്വാരക്ക് ഒരാൾ, അല്ലാഹുവിന്റെ റസൂലും എല്ലാം അയാൾ അറിയാതെ എഴുന്നേറ്റ് പോയി കുറച്ചടി കൊടുത്തു. അതും മുഖത്തല്ല, മുഖത്തടിക്കാൻ പാടില്ല, അയാൾ ചുമലിൽ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റടി കൊടുത്തു. റസൂൽ ശ്രദ്ധിച്ചപ്പോൾ അയാൾ ഇങ്ങനെ ഒറ്റക്ക് ദ്വാരക്കുക. ഇത് കണ്ടപ്പോ ഈ ഒരു അടിയല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരാളെയും അടിച്ചിട്ടില്ല. ശുദ്ധ നുണയാണ് പറഞ്ഞത്, ശുദ്ധ നുണ. എന്തൊക്കെയാണ്? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ്, സ്വഹാബത്തിന്റെ പേരിൽ കളവ്, സ്വന്തം ഇമാമിന്റെ പേരിലും കളവ്. മനസ്സിലായോ? ഇത് ഞാനിങ്ങനെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. പഠിച്ചോനെ, തുഹ്ഫയിൽ അങ്ങനെ ഉണ്ടാവുമോ? ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫയിൽ അങ്ങനെ ഉണ്ടോ? കാരണം തുഹ്ഫയൊക്കെ നമ്മള് ദർസിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള സാധനമാണല്ലോ. ഇതിലെവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സംശയി. ഉടൻ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിളിച്ച് ചോദിച്ചു, ഉസ്താദേ ഇങ്ങനെ തുഹ്ഫയിൽ ഉണ്ടോ? ഒരാളിങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. മോനെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയെന്ന്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമസ്തയിലെ ഒരു പണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതനെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വിളിച്ചു ചോദിച്ചു. ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വേണ്ടി 10 കിതാബ് മുതൽ തുഹ്ഫ വരെ തെളിവുദ്ധരിക്കാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹ് നമസ്കാര ശേഷം 5 വഖത്തിലും കൂട്ടുപ്രാർത്ഥന നടത്തി എന്ന് ഇവർ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് റസൂലുള്ളാഹ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സാധനം ഞാൻ അന്വേഷിച്ചു. അവസാനം പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ ബാബിൽ, സിഫത്തു സലാത്തിന്റെ ബാബിൽ ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയമെന്നറിയുമോ? അപ്രകാരം തന്നെയാണ് അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ, സലാത്തും കഴിഞ്ഞാൽ ദുആ ഇറക്കണം. എന്നിട്ടതാ ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫയിൽ പറയുന്നു, ഐ ബഅദഹാ, അതായത് അത്തഹിയ്യാത്തിനും സലാത്തിനും ശേഷം പറയണം. ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, നിസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹ് പഠിപ്പിച്ചതുപോലെയുള്ള പ്രാർത്ഥന ചെയ്യണം കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏകവചനത്തിൽ പ്രാർത്ഥിക്കരുത് കേട്ടോ, ബഹുവചനമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എവിടെ എവിടെ? അത്തഹിയ്യാത്ത് ഓതിയതിന് ശേഷം ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അതാ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹ് നിസ്കരിച്ചിട്ട് വരുമ്പോൾ അതാ ഒരാൾ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിലിരിക്കുന്ന സഹോദരൻ അത്തഹിയ്യാത്തിന്റെ ഹാലത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളാഹ് കേട്ടു. ഉടൻ തന്നെ റസൂലുള്ളാഹ് അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, അമ്മിൻ ഫീ ദുആഇക, ഓ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ പ്രാർത്ഥനയിൽ നീ ബഹുവചനം ഉപയോഗിക്കുക കേട്ടോ.
ഇങ്ങനെ നിസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ ഉള്ളിൽ ബഹുവചനം ഉപയോഗിക്കാൻ പറഞ്ഞതിന് എടുത്തിട്ട് റസൂലുള്ളയും സഹാബത്തും നിസ്കരിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അതാ അപ്പുറത്ത് മാറി ഒരു സഹാബി ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നത് കണ്ട് റസൂലുള്ള ചെന്ന് അടിച്ചു എന്ന് ശുദ്ധമായ നുണ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളയും സഹാബത്തും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ റസൂലുള്ളാന്റെ അനുയായികളുടെ സ്വഭാവം എന്താ? നബി തങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറമില്ലല്ലോ. പക്ഷേ റസൂലുള്ളാന്റെ സഹാബ് റസൂലുള്ളാനെ അനുസരിക്കാത്തവരാണെന്ന് വരുത്തി തീർക്കുന്ന വർത്തമാനം. അതേ ഒരു സഹാബി മാറിയിരുന്നു, ഒറ്റക്ക് ആയിരുന്നു അത്രേ. സഹാബിയുടെ പേരിലും തെറ്റിദ്ധരിപ്പിക്കുന്നു. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, അവസാനത്തിൽ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തത് തുഹ്ഫയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ തുഹ്ഫയിലില്ല, അത് തെളിയിക്കാൻ സാധ്യമാകുമോ? സാധ്യമേ അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വന്ധ്യരായ ഉസ്താദുമാർ ഇത്തരം ഒരു ദുർവ്യാഖ്യാനത്തിനും കളവിനും മുതിരാവുമായിരുന്നില്ല. അശ്വനി കൂട്ടുപ്രാർത്ഥന